വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 19, 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ധനികനായ യുവാവ് ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നതെന്ത്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, എന്തെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയ ഒരു യുവാവിന്റെ മനസ്സിൽ ഉയർന്നു വന്ന ചോദ്യവും അതിന് യേശു നൽകിയ ഉത്തരവുമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. യുവാവിന്റെ ചോദ്യം എന്നും പ്രസക്തവും പ്രാധാന്യമേറിയത് തന്നെ. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അതായിരുന്നു ചോദ്യം. അതിന് യേശു നൽകിയ ഉത്തരത്തിന് 3 സ്റ്റെപ്പുകൾ നമുക്ക് കണ്ടെത്താനാകും. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് യേശു പറയുന്നു, നിത്യജീവൻ പ്രാപിക്കാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിത്യം ജീവിക്കുന്നവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിത്യം ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവികമായ ചിന്തയിലേക്ക് ആ യുവാവിനെ യേശു നയിക്കുന്നതായിട്ട് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാം. ദൈവം മാത്രമാണ് നന്മയായിട്ടുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ യുവാവിനെ ദൈവിക ചിന്തയിലേക്ക് നയിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന വിധത്തിൽ യേശുവിന്റെ ഉത്തരത്തിൽ നാം കാണുന്നത് ഒരു ധാർമ്മിക മനുഷ്യൻ ആകണം. ധാർമ്മിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന മനുഷ്യൻ. വിശദാംശങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ധാർമ്മിക മൂല്യങ്ങൾ തന്നെയാണ് മാനുഷിക മൂല്യങ്ങളും എന്ന്. അപ്പോൾ ധാർമ്മികവും മാനുഷികവുമായ മൂല്യങ്ങള് ജീവിതത്തിൽ പാലിക്കാൻ ഇടവരുന്ന ഒരു മനുഷ്യനാണ് നിത്യജീവൻ പ്രാപിക്കുന്നതിന് ഒരുക്കമായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്തിച്ചേരുക. ഇവിടെയാണ് നീതിയുക്തമായിട്ടുള്ള പ്രമാണങ്ങളുടെയും നിയമങ്ങളുടെയും പാലനം ജീവിതത്തിൽ അനിവാര്യമായിത്തീരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യേശു പ്രമാണങ്ങളെപ്പറ്റി, അവയുടെ പാലനത്തെപ്പറ്റി യേശു ആ യുവാവിനെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെ ധാർമ്മികതയിൽ അടിയുറച്ച ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ ആത്മീയതയിലേക്കുള്ള പ്രവേശനത്തിന് അർഹതയുള്ളൂ. ആത്മീയത എന്ന് പറയുന്നതാണ് നിത്യത. ആത്മീയത എന്ന് പറയുന്നത് തന്നെയാണ് ജീവൻ. അപ്പൊ ആത്മീയതയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷം. അതിലേക്കുള്ള പ്രവേശനം യഥാർത്ഥത്തിൽ അതിലെത്തിച്ചേരണം എന്ന് വരികിൽ ആദ്യമായിട്ട് ആ വ്യക്തി ദൈവവിശ്വാസിയും തികഞ്ഞ ധാർമ്മികത പുലർത്തുന്ന ഒരു വ്യക്തിയും ആകണം എന്നുള്ളതാണ് യേശുവിന്റെ നിഗമനം. ധാർമ്മികതയുടെ അടിത്തറ ഇല്ലാതെ ഏതൊരു വ്യക്തിയും ആത്മീയതയുടെ തലത്തിലേക്ക് പ്രവേശിച്ചു എന്ന് അവകാശപ്പെട്ടാൽ അത് തീർത്തും വ്യാജമാണ്, അത് കള്ളത്തരമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് എക്കാലത്തും ഈ തരം വ്യാജന്മാർ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അവരാണ് ആൾ ദൈവങ്ങൾ എന്ന രീതിയിൽ അറിയപ്പെടാനിടവരുന്നത്. സമൂഹത്തിന്റെ മുമ്പിൽ ആത്മീയ വ്യക്തികളായിട്ട് പ്രത്യക്ഷപ്പെടാൻ
പക്ഷെ അവരുടെ ജീവിതത്തിന്റെ ഉള്ളറകളിൽ ധാർമ്മികവും മാനുഷികമായ മൂല്യങ്ങൾക്ക് യാതൊരു സ്ഥാനവും വിലയും കൽപ്പിക്കുന്നതായിട്ട് കാണുകയില്ല. അവര് ക്രയവിക്രയങ്ങളിൽ കള്ളത്തരം കാണിക്കുന്നതിനൊരു വിഷമവുമില്ല. അത്തരക്കാരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് യേശുവിന്റെ നിഗമനം. എന്നാൽ ധാർമ്മികതയുടെ അടിസ്ഥാനമുള്ള എല്ലാവരും അവശ്യം ആത്മീയതയുടെ തലത്തിലേക്ക് വന്നു പെടണം എന്നില്ല. ആത്മീയ തലത്തിലേക്കുള്ള പ്രവേശനം അത് ദൈവത്തിന്റെ പ്രത്യേക കൃപാവരമാണ്. ദൈവത്തിന്റെ കൃപാവരത്തോടുകൂടെ ആർക്കെങ്കിലും അതിന് ക്ഷണം ലഭിച്ചാൽ ആ ലഭിച്ച വ്യക്തികൾക്ക് അതിനുള്ള സാധ്യത ഉള്ളൂ എന്നുള്ളതാണ് യേശുവിന്റെ നിഗമനം. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യുവാവ് ധാർമ്മികതയിൽ അടിയുറച്ച ഒരു ജീവിതം ആ യുവാവിന് ഉണ്ടായിരുന്നതായിട്ട് യുവാവ് തന്നെ അവകാശപ്പെടുകയും അവയെ ഒരു പരിധിവരെ യേശു അംഗീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. എങ്കിലും ആ യുവാവിന് ആത്മീയതയിലേക്കുള്ള പ്രവേശനം സാധ്യമായിരുന്നില്ല. അതുകൊണ്ടും കൂടിയായിരുന്നു ആ യുവാവ് ദുഃഖത്തോടുകൂടെ യേശുവിൽ നിന്ന് അകന്നുപോയത്. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന രീതിയിൽ യേശു നൽകുന്നത് നാം ചുരുക്കത്തിൽ മനസ്സിലാക്കുക എന്ന് വരികിൽ, ആദ്യമായിട്ട് അവൻ നിത്യം ജീവിക്കുന്നവനിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. രണ്ടാമതായിട്ട് ധാർമ്മിക മൂല്യങ്ങളിലും മാനുഷിക മൂല്യങ്ങളിലും അടിയുറച്ചൊരു ജീവിതം അവനുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ ക്ഷണം, സഹായം, കൃപാവരം ലഭിക്കാനിടവന്നാൽ തീർച്ചയായും ആത്മീയതയിലേക്കുള്ള പ്രവേശനമായി. അതാണ് നിത്യജീവന്റെ കവാടം. അതുകൊണ്ടാണ് എന്റെ പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും അവിടേക്ക് എത്തിപ്പെടുകയില്ല എന്ന് യേശു മറ്റൊരവസരത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ആയിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാവുന്ന യാഥാർത്ഥ്യം ദൈവവിശ്വാസത്തിൽ വളരുകയും ധാർമ്മികതയും മാനുഷികമായ മൂല്യങ്ങളിൽ അടിയുറച്ചൊരു ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്കായിട്ട് തുറന്നു തരുന്ന മേച്ചുസ്ഥലങ്ങളാണ് ആത്മീയതയുടെ ശൃംഖങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല.